ഇസ്രായേൽ ഇറാനെ ഇത്രമാത്രം ശക്തമായി പ്രതികരിക്കാൻ കാരണം ഇസ്രായേലിൻ്റെ ചാരവൃത്തിയാണ്. ഇറാൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് ഇറാനിലുള്ള ടെറൈൻ പഠിച്ച്, അവിടുത്തെ സൈനിക നീക്കങ്ങൾ പഠിച്ച്, അവിടുത്തെ രാഷ്ട്രീയ മണ്ഡലങ്ങൾ പഠിച്ച്, അവിടെ ഓരോരുത്തരും എന്താ ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് പഠിച്ച് ആണ് അവർ അവിടെ ആ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. ഇറാൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് ആ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വലിയൊരു തമാശ. വ്യോമസേനയും മറ്റെല്ലാ കാര്യങ്ങളും ഇസ്രായേലിൽ നിന്നാണ് വരുന്നതെങ്കിലും ഇറാൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് ഡ്രോൺ ഉപയോഗിച്ച് അവരുടെ സൈനിക തലവന്മാരെയൊക്കെ വധിച്ചത്. എന്നാലേ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഒരു ചിത്രം കിട്ടുകയുള്ളൂ എന്താണ് ആ ഒരു രാജ്യത്തിനുള്ളിൽ നടക്കുന്നത് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം അതിനകത്ത് ചില ആളുകളെയൊക്കെ ഇറാൻ വധിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അതിനുള്ളിൽ മൊസാദിൻ്റെ ഓപ്പറേറ്റീവ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളൊന്നും ശരിക്കുമുള്ള ഓപ്പറേറ്റീവ്സ് അല്ല. അപ്പുറത്തും ഇപ്പുറത്തും ഇൻഫോർമേഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ആളുകളാണ്. മൊസാദിൻ്റെ ശരിക്കുള്ള ഓപ്പറേറ്റീവ്സ് എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ളതും അവരുടെ ഫോൺ വിളിയോ അവരുടെ ഐഡൻറ്റിറ്റി ഒന്നും ആർക്കും അറിയില്ല. കാരണം അവരെപ്പോഴും മുഖംമൂടികളായിരിക്കും. പേരുകൾ ഒറിജിനലാവില്ല, അവർ താമസിക്കുന്ന സ്ഥലം ഒറിജിനലാവില്ല, അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ട്രേസ് ചെയ്യാൻ പറ്റില്ല, അവരുടെ കയ്യിലിരിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസുകൾ ട്രേസ് ചെയ്യാൻ പറ്റില്ല. അഥവാ ആരെങ്കിലും ട്രേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജാം ചെയ്യാനുള്ള സാങ്കേതികവിദ്യ അവരുടെ കയ്യിലുണ്ട്. അവരുടെ കയ്യിൽ എല്ലാ സാങ്കേതികവിദ്യയും ഉണ്ട്. അതുകൊണ്ട് മൊസാദിൻ്റെ ശരിക്കുള്ള ഓപ്പറേറ്റീവ്സിനെ ഒന്നും ഇറാനിലെ ആർക്കും പിടിക്കാൻ കഴിയില്ല. അങ്ങനെ പിടിക്കാനായിരുന്നെങ്കിൽ പണ്ടേ അവർ പിടിച്ചേനെ. ഇറാനിലുള്ള പല പ്രമുഖരും മരിച്ചിട്ടും അവർക്ക് ആരെയും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓരോ ദിവസവും മൊസാദ് ഒന്നിന് പുറകെ ഒന്നായിട്ട് അവരുടെ ആളുകളെ പ്രഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വെറുതെ വാചകവടി മാത്രമേ ഉള്ളൂ. ചാരവൃത്തിയുടെ കാര്യത്തിലും കോവർട്ട് ഓപ്പറേഷൻ്റെ കാര്യത്തിലും മൊസാദിനെ തോൽപ്പിക്കാനൊന്നും പശ്ചിമേഷ്യയിലെ ഒരു അറബ് രാജ്യങ്ങൾക്കും കഴിയില്ല, ഇറാനിന് കഴിയില്ല. അങ്ങനെ കഴിയാനായിരുന്നെങ്കിൽ പണ്ടേ അവർ ചെയ്യണ്ടേ. അവരുടെ സൈനിക തലവന്മാരെയൊക്കെ അനായാസമാണ് മൊസാദ് വധിക്കുന്നത്. അതെങ്ങനെ കഴിയുന്നു? അപ്പോൾ ഇറാൻ്റെ ഉള്ളിലിരിക്കുന്ന ആളുകൾ തന്നെ മൊസാദിന് വേണ്ടിയിട്ട് ചാരവൃത്തി നടത്തുന്നുണ്ട്. പൈസയ്ക്ക് വേണ്ടിയിട്ടും ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയിട്ടും. എല്ലാവർക്കും പൈസയാണ് വലുത്. അപ്പോൾ ഇസ്രായേലിന് കോടിക്കണക്കിന് രൂപ കയ്യിലുള്ളതുകൊണ്ട് ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊടുക്കാൻ കഴിയും. അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് കഴിയും, ഇറാന് കൊടുക്കാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് സ്വന്തം രാജ്യത്തിലിരുന്ന് ഇറാനിലുള്ള ആളുകൾ തന്നെ ഇസ്രായേലിന് അവരെ ഒറ്റിക്കൊടുക്കുന്നത്. ഇസ്രായേലിന് വേണ്ടിയിട്ട് ഒറ്റിക്കൊടുക്കുന്നവരുണ്ട്, ഇറാന് വേണ്ടിയിട്ട് ഒറ്റിക്കൊടുക്കുന്ന ആളുകളും ചാരന്മാരുടെ ഇടയിൽ ഉണ്ട് ഇറാനിൽ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, മൊസാദിൻ്റെ ശരിക്കുള്ള ആളുകളെ ഒന്നുമല്ല ഇറാൻ പിടിച്ചിരിക്കുന്നത്. അത് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള തെറ്റായിട്ടുള്ള വാർത്തയാണ്. ശരിക്കുള്ള ആളുകളെ പിടിക്കാൻ ഒരിക്കലും ഇറാന് കഴിയില്ല.